ഞങ്ങളിപ്പോൾ ഗ്രിൻഡൽവാൾഡിലേക്കുള്ള എൻട്രൻസിലേക്ക് നടക്കുകയാണ്. 2 എൻട്രൻസാണ് ഗ്രിൻഡൽവാൾഡ് ഫെസ്റ്റിലേക്കുള്ളത്. ഇടതുവശത്ത് കാണുന്നത് ഓഫ്ലൈൻ ടിക്കറ്റ്സിനും വലതുവശത്ത് ഓൺലൈൻ ടിക്കറ്റ്സിനും. ഞങ്ങൾ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്തതുകൊണ്ട് വലതുവശത്തെ എൻട്രൻസിലേക്ക് ചെന്നു. അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ പലതരം അഡ്വഞ്ചറസ് ആക്ടിവിറ്റികളുണ്ട്. ഞങ്ങൾ അതിൽ ഫസ്റ്റ് ഗ്ലൈഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ടിക്കറ്റും ഞങ്ങൾ കേബിൾ കാറിൻ്റെ കൂടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. സ്വിസ് ട്രാവൽ പാസ് ഉള്ളതുകൊണ്ട് കേബിൾ കാറും ആക്ടിവിറ്റിയുമൊക്കെ പകുതി നിരക്കിന് കിട്ടി. ഇവിടുത്തെ കേബിൾ കാർ സിസ്റ്റം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ധാരാളം കേബിൾ കാർ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒന്നിൽ ആളുകൾ നിറഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തതിൽ കയറാം. ആറ് പേർക്കാണ് ഒരു കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നൊന്നായി കേബിൾ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മെല്ലെ ഞങ്ങളുടെ കേബിൾ കാർ ഉയർന്നു. പച്ചപ്പുല്ല് നിറഞ്ഞ താഴ്വാരങ്ങൾക്ക് മീതെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ചെറിയ മരങ്ങളും ചെറിയ വീടുകളുമൊക്കെ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ ആ പച്ചപ്പുല്ലുകൾക്കിടയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഏകദേശം 25 മിനിറ്റോളമുണ്ട് ഈ ഒരു കേബിൾ കാർ യാത്ര. അപ്പുറത്തെ ലൈനിലൂടെ മടങ്ങി വരുന്ന കേബിൾ കാറുകൾ കാണാം. 3 സ്റ്റോപ്പുകളാണ് കേബിൾ കാറിനുള്ളത്. ആദ്യത്തെ സ്റ്റോപ്പ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും. രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ളത്. മൂന്നാമത്തെ സ്റ്റോപ്പിലാണ് പ്രീഫോക്കിന് വേണ്ടി ഇറങ്ങേണ്ടത്. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് വലിയൊരു ക്യൂ ഉണ്ടായിരിക്കും. ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും. മാത്രമല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും അവ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അവിടെ ഇറങ്ങി. അപ്പോഴേക്കും ഒരു വലിയ ക്യൂ ആയിട്ടുണ്ടായിരുന്നു. മെയ് മാസത്തിലും ഇത്രയും മഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ. ചുറ്റും ധാരാളം മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്ലൈഡർ കൂടാതെ മൗണ്ടൻ കാർട്ട്, സിപ്പ് ലൈൻ തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സിപ്പ് ലൈൻ ഞങ്ങൾ മുന്നേ ചെയ്ത കാരണം ഫസ്റ്റ് ഗ്ലൈഡർ എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. ഒരു പക്ഷിയെ പോലെ പറക്കുന്ന ഫീലാണ് ഫസ്റ്റ് ഗ്ലൈഡർ ചെയ്തപ്പോൾ കിട്ടിയത്. ആൽപ്സ് പർവ്വതങ്ങൾക്കിടയിലൂടെ ഒരു പക്ഷിയായി പറന്ന പോലെ തോന്നി. സ്വന്തം റിസ്കിൽ മാത്രം ഫോൺ കൊണ്ടുപോയാൽ മതി എന്ന് റൂൾ കണ്ടതുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ ഫോൺ കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറക്കുന്ന ദൃശ്യം നല്ലൊരു ഓർമ്മയായി മനസ്സിൽ മാത്രം നിന്നു. 73 km/h വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക.
ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു റൈഡ് തന്നെയായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഗ്ലൈഡർ. തലയുയർത്തി നിൽക്കുന്ന മഞ്ഞ് പൊതിഞ്ഞ ആൽപ്സ് പർവ്വതങ്ങൾ, താഴെ പച്ച പുതച്ച താഴ്വാരങ്ങൾ, എല്ലാം കൊണ്ടും അതിസുന്ദരമായ ദൃശ്യങ്ങൾ. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റിലേക്കാണ്. ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് മൗണ്ടനും ക്ലിഫ് വാക്കുമാണ് ഇനി ചെയ്യേണ്ടത്. അതിൽ തന്നെ ക്ലിഫ് വാക്കാണ് ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ കേബിൾ കാർ കയറി. കാരണം 3ാമത്തെ സ്റ്റോപ്പാണ് ക്ലിഫ് വാക്കിലേക്ക്. പത്ത് മിനിറ്റ് കൊണ്ട് ക്ലിഫ് വാക്കിൻ്റെ സ്റ്റോപ്പിലെത്തി. നല്ല തിരക്കുണ്ട്. മെയ് മാസം തൊട്ട് യൂറോപ്പിൽ പൊതുവെ ടൂറിസ്റ്റ് സീസണാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ ഉണ്ടായിരിക്കും. ഒരു മെറ്റൽ വാക്ക് വേ ആണ് ക്ലിഫ് വാക്കിൻ്റേത്. ആ ഒരു പർവ്വതത്തെ ചുറ്റി മെറ്റൽ കൊണ്ട് നിർമ്മിച്ച വീതി കുറഞ്ഞ ഒരു ചെറിയൊരു വാക്ക് വേ. അതിലൂടെ നമ്മൾ നടന്ന് അവസാനം അതിനെ ചുറ്റി ഏറ്റവും അവസാനം അതിൻ്റെ അറ്റത്ത് നമ്മൾ എത്തിച്ചേരും. ഇത് തികച്ചും ഫ്രീ ആണ്. ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ ബെക്കാൽപ്സി എന്നൊരു തടാകമുണ്ട്. അവിടേക്കും പോകണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ ഭാഗം ഇപ്പോഴും മഞ്ഞ് മൂടിയതുകൊണ്ട് ആ തടാകവും മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ആ പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ക്ലിഫ് വാക്കിൻ്റെ വഴിയിലേക്ക് എത്തി. വളരെ വീതി കുറഞ്ഞൊരു വാക്ക് വേ ആണിത്. തിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് മെല്ലെ നടന്നു നീങ്ങാൻ മാത്രമേ പറ്റുകയുള്ളൂ. ചുറ്റും മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ. സ്വിസ് ആൽപ്സിനെ അടുത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഈ ഒരു ക്ലിഫ് വാക്ക്. ആൽപ്സിൽ വരുന്ന ഒരുപാട് പർവ്വതങ്ങൾ ഈ ഭാഗത്തുണ്ട്. ദൂരെ നിന്നും അവയൊക്കെ കാണാം. കൈവരികളിൽ നെറ്റ് പിടിപ്പിച്ചതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ടി വന്നില്ല. ഇത്ര അടുത്ത് നിന്ന് ഈ മഞ്ഞുമലകൾ കാണുമ്പോൾ
ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു മനസ്സിന്. 10-15 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ക്ലിഫ് വാക്ക് സഞ്ചാരികളുടെ തിരക്ക് കാരണം 45 മിനിറ്റോളം നീണ്ടു. ഇടയ്ക്കിടെയുള്ള ഫോട്ടോ പോയിന്റിലൊക്കെ ധാരാളം സഞ്ചാരികൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിന് വേറൊരു ഭംഗിയാണ്. അന്ന് ഈ അടുത്ത് കാണുന്ന പർവ്വതങ്ങളിലൊക്കെ പുല്ല് വളർന്ന് പച്ച നിറമായിരിക്കും. മഞ്ഞുമലകളെല്ലാം ദൂരെയായിട്ടായിരിക്കും. ധാരാളം ആളുകൾ ഫോട്ടോസ് എടുക്കുന്നു. ഇവിടെ പാരാഗ്ലൈഡിങ്ങും കാണാം. ചെറിയൊരു പട്ടം പോലെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവർ പാറി പറക്കുന്നു. പാരാഗ്ലൈഡിങ്ങിന് നാട്ടിലേക്ക് വളരെ ചാർജ് കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് ഇത്തവണ വേണ്ടെന്ന് തീരുമാനിച്ചു. ഇനി എന്തെങ്കിലും സ്വിറ്റ്സർലാൻഡിലേക്ക് വരാൻ ഭാഗ്യമുണ്ടായാൽ അന്ന് തീർച്ചയായും ചെയ്യണമെന്ന് കരുതി. കുറേ നേരമായി ഞങ്ങളുടെ കാത്തുനിൽപ്പ് തുടങ്ങിയിട്ട്. ഫോട്ടോ പോയിന്റിന്റെ അവിടെ നിന്നും ഫോട്ടോ എടുത്ത ആളുകൾ മാറുന്നേയില്ല. 45 മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് എത്തി. ഞങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. മറ്റുള്ള യാത്രക്കാരിലും കാത്തുനിൽപ്പിന്റെ മുഷിച്ചിൽ കാണായിരുന്നു. അവസാനം ഫോട്ടോ പോയിന്റിൽ ഞങ്ങൾ എത്തി. വളരെ കുറച്ചു നേരം മാത്രം വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ക്ലിഫ് വാക്ക് കഴിഞ്ഞ് നേരെ പോയത് ഫസ്റ്റ് വ്യൂ പോയിന്റിലായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോഴും നേരത്തെ കയറിയ ക്ലിഫ് വാക്ക് കാണാം. അവിടെയും ഞങ്ങൾ അല്പനേരം ചെലവഴിച്ചു. അവിടെ ഒരു വലിയൊരു ബൈനോക്കുലർ വെച്ചിരുന്നു. അതിലൂടെ യുങ്ഫ്രോ മേഖലയിലെ മറ്റ് പ്രധാന മലനിരകൾ കാണാൻ പറ്റി. യുങ്ഫ്രോ, ഈഗർ, ടൈറ്റിലസ് തുടങ്ങിയവയൊക്കെ കണ്ടു. ഇതിൽ തന്നെ യുങ്ഫ്രോ ആണ് ഏറ്റവും ഉയരം കൂടിയ മലനിര. യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനും ഇവിടെയാണ്. 4758 മീറ്റർ അഥവാ 13641 അടിക്കും മേലെ ഉയരമുണ്ട് യുങ്ഫ്രോയ്ക്ക്. ഞങ്ങൾ കയറിയ ഗ്രിഡൽവോൾഡ് ഫസ്റ്റിന് 2184 മീറ്റർ അഥവാ 7165 അടി ഉയരമാണ് ഉള്ളത്. സഞ്ചാരികളുടെ തിരക്ക് പറയാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. ആൽപ്സിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതിനായി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. തിരക്ക് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ രാവിലെ കയ്യിൽ കരുതിയ സ്നാക്സ് കഴിച്ചു. തിരിച്ച് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടന്നു. 2 ഭാഗങ്ങളിൽ നിന്ന് വന്ന ക്യൂ ഉണ്ടായിരുന്നു. 2 ക്യൂവിലെയും ആളുകൾ അതുകൊണ്ട് തമ്മിൽ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായി. എന്നാൽ അധികം കാത്തു നിൽക്കാതെ കേബിൾ കാറിൽ കയറാൻ സാധിച്ചു. തിരിച്ചിറങ്ങുമ്പോൾ ഫസ്റ്റ് ഗ്ലൈഡറിന്റെ കൗണ്ടറുകളൊക്കെ അടച്ചിരിക്കുന്നു. കുറച്ചു പേര് സിപ്പ് ലൈൻ ചെയ്യുന്നത് കാണാം. ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സമയം 3:30 ആവണേ ഉള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷിക്കാതെ ലോട്ടർബ്രണ്ണൻ എന്ന വില്ലേജ് കൂടി കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗൊണ്ടോള സ്റ്റേഷനിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി ലോട്ടർബ്രണ്ണനിലേക്കാണ്.